ഹായ്, എല്ലാവർക്കും നെത്യസ്മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫാറ്റൊന്നും ഇല്ലാതെ വേണം നമ്മൾ അച്ചാറിനായിട്ട് ബീഫ് എടുക്കാൻ. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള കണക്കാണ് 1.5 കിലോ ബീഫ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി നമുക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ അച്ചാർ ഇടാനായിട്ട് ബീഫ് എടുക്കുമ്പോൾ ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മൾ ബീഫ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞത് 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ മസാലയൊക്കെ ആ പീസിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ. അപ്പോൾ അതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ബീഫിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിലാണ് നമ്മൾ ഈ ബീഫ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പീസെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 7 വിസിലാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വിസിൽ മാറ്റം വരും. അപ്പോൾ നമുക്കിത് ഒന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ബീഫ് കുക്കാവുന്ന ടൈമിൽ നമുക്കിതിന് വേണ്ടുന്ന മസാലയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളിയിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയെക്കാട്ടിലും നമ്മൾ ഈ അച്ചാറൊക്കെ ഇടുമ്പോൾ നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വെളുത്തുള്ളിയാണ് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ എണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പാണ് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 10 ടേബിൾ സ്പൂണോളമൊക്കെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ നന്നായി ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതേ ഓയിലിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അപ്പോൾ കനം കുറച്ച് നമ്മളിതാ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം വെളുത്തുള്ളിയുടെ അത്രയും തന്നെ നമ്മൾ ഇവിടെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഈ ഓയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കളറൊക്കെ നന്നായി ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ ഇഞ്ചി ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 8 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഇടുമ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് മാറി നിന്നിട്ട് വേണം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിട്ട് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മുളകും കറിവേപ്പിലയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെയാണ് ഞാൻ ആ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ വെള്ളമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ബീഫ് നമുക്ക് ഈ ഓയിലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നാൾ അച്ചാർ കേടുകൂടാതെ ഇരിക്കും. നമ്മൾ പെട്ടെന്ന് കൂട്ടി തീർക്കാനാണെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാം. അതല്ല നല്ലെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസങ്ങൾ കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ബീഫ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് കട്ടിയാവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓൾറെഡി കുക്കായ ബീഫാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി ബീഫും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ചെയ്തത് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 2 ഈക്വൽ പാർട്സായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പകുതി പോർഷൻ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി പോർഷൻ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്നും അരഞ്ഞ് കിട്ടില്ല കേട്ടോ. തരി തരിയായിട്ടേ കിട്ടുള്ളൂ. കാരണം ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായതുകൊണ്ട് നല്ല പേസ്റ്റായിട്ട് ഇത് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദാ നമ്മൾ ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. തരി തരിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, നല്ല പേസ്റ്റായിട്ടല്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്യുക. ഞാനിവിടെ 6 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ നല്ല ചൂടോടുകൂടി ഈ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഉലുവ ആണ്. അപ്പോൾ വറുത്ത് പൊടിച്ച ഉലുവ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് കായമാണ്. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അധികം ആവണ്ട കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായി ഒന്ന് ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ നന്നായി ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകും കറിവേപ്പിലേക്ക് പൊടിച്ച ആ ഒരു കൂട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പോലെ നമ്മളുടെ അച്ചാറിനൊരു തിക്നെസ് കിട്ടും. അതിനായിട്ടാണ് നമ്മളിത് കുറച്ച് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വിനീഗർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് വിനീഗറും 3 ടേബിൾ സ്പൂൺ നാരങ്ങാനീരുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനീഗർ അത്രയ്ക്ക് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കിയിട്ട് ഫുള്ള് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നാരങ്ങാനീര് ഒഴിവാക്കിയിട്ട് വിനീഗർ മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മസാലയിൽ ഉപ്പ് ചേർക്കാൻ. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബീഫ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ബീഫിൻ്റെ വേറെയും റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഒന്ന് കയറി കാണുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ബീഫും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ബീഫിൻ്റെ അച്ചാർ ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കണം. അപ്പോൾ എണ്ണ കുറവുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നല്ല അടിപൊളി ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.